നമസ്കാരം. കേറ്ററ്റ് 3യുടെ ഗണിത പാഠങ്ങളിലേക്ക് സ്വാഗതം. കണക്ക് പ്രധാന വിഷയമായിട്ട് പഠിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ ക്ലാസ് കാണുന്നതും ഈ പരീക്ഷ എഴുതുന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഈ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട് 3യിൽ 80 ചോദ്യങ്ങളുണ്ട്. അതിൽ 50 എണ്ണം നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ളതും ബാക്കി 30 എണ്ണം മെത്തഡോളജിയുമായി ബന്ധമുള്ളതുമാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള സെഷനുകളായിരിക്കും, എപ്പിസോഡുകളായിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ സം ഓഫ് ടു പ്രൈം നമ്പേഴ്സ്? വ്യക്തമാണ്, ഇവിടെ 67 എന്ന നമ്പറും അതുപോലെ തന്നെ 21 എന്നുള്ള നമ്പറും, ഈ രണ്ട് നമ്പറുകളും ഒറ്റ സംഖ്യകളാണ്. അത് രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ സം ആകണമെങ്കിൽ തീർച്ചയായും 2 അതിലെ ഒരു സംഖ്യ ആയിരിക്കണം, പ്രൈം നമ്പർ ആയിരിക്കണം. പക്ഷേ 21ൻ്റെ കാര്യം നമുക്കറിയാം, അത് എന്താണ്? 19 + 2 എന്ന 21 പക്ഷേ 67ൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അതായത് 67 എന്ന് പറയുന്നത് 65ഉം 2ഉം കൂടി കൂട്ടിയതാണ്. ഇത് 65 പ്രൈം നമ്പർ അല്ല എന്ന് നമുക്കറിയാം. 24ഉം 30ഉം അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം, അത് രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ 67 ഇസ് നോട്ട് ദ സം ഓഫ് ടു പ്രൈം നമ്പേഴ്സ് എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. പ്രൈം നമ്പറുകളെ കുറിച്ച് തന്നെയാണ് ഈ രണ്ട് ചോദ്യങ്ങൾ. 3 പ്രൈം നമ്പേഴ്സ് കൂട്ടിയാൽ 2026, നമ്മുടെ ഈ വർഷത്തിൻ്റെ നമ്പറാണ് കേട്ടോ അത്, 2026. അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏത്? അതായത് 3 പ്രൈം നമ്പറുകൾ കൂട്ടണം. 3 ഒറ്റ പ്രൈമുകൾ കൂട്ടിയാൽ ഒരിക്കലും ഇരട്ടയായ 2026 കിട്ടില്ല. അപ്പോൾ അതിലൊരെണ്ണം ഇരട്ടസംഖ്യ ആയിരിക്കണമല്ലോ. ആകെ ഒരു ഇരട്ടസംഖ്യ മാത്രമേ പ്രൈം നമ്പർ ആയിട്ടുള്ളൂ, അഭാജ്യസംഖ്യ ആയിട്ടുള്ളൂ. അപ്പോൾ 2 കറക്റ്റ് ഓപ്ഷൻ. 2 ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യയായി ഈ തുകയിൽ വരുന്നത്. അതിന് താഴെ മറ്റൊരു ചോദ്യമുണ്ട്. അതായത് 100ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 100ൽ താഴെ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ആ 25ന് വലിയ കാര്യമൊന്നുമില്ല. 25 പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മളൊന്ന് ഓർക്കാം. നമുക്ക് അതൊരു അഡീഷണൽ ഇൻഫോർമേഷനായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളത്. നമുക്കറിയാം 2 എന്ന സംഖ്യയും 5 എന്ന സംഖ്യയും ഈ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ തീർച്ചയായും 100ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2ഉം 5ഉം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് 10 കൊണ്ട് ഗുണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 തീർച്ചയായും 0. പ്രൈം നമ്പറുകളെ കുറിച്ചുള്ള ഏതാനും കാര്യങ്ങളാണ് ഈ 3 ചോദ്യങ്ങളിലായി പറഞ്ഞത്. പ്രൈം നമ്പറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എറാസ്തോസ്തെനീസ് എന്ന ഗ്രീക്ക് ഗണിതജ്ഞൻ്റെ പേരാണ്. എണ്ണൽ സംഖ്യകളിൽ നിന്ന് പ്രൈം നമ്പറുകളെ വേർതിരിക്കുന്ന സീവ് ഓഫ് എറാസ്തോസ്തെനീസിൻ്റെ അരിപ്പ എന്ന ആ സങ്കേതം, ആ ഒരു രീതി ആവിഷ്കരിച്ചത് അദ്ദേഹമാണ്, എറാസ്തോസ്തെനീസാണ്. അപ്പോൾ പരീക്ഷ എഴുതുന്നവർ തീർച്ചയായും ഈ പേര് പ്രൈം നമ്പറുകളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതാണ്. അനന്തമാണ് പ്രൈം നമ്പറുകളുടെ ആ ക്രമം, ആ സെറ്റ്. അതിൻ്റെ അനന്തത, പ്രൈം നമ്പറുകൾ അനന്തമാണ് എന്ന് യൂക്ലിഡ് അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്ത്, അതായത് ഒന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കേണ്ടത് വളരെ നല്ലതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 4ാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യം നമുക്ക് വളരെ പരിചയമുള്ളതാണെങ്കിലും നോക്കൂ, 1 ഒരു ബോക്സിൽ എഴുതിയിരിക്കുന്നു, 2, 3 അടുത്ത ഒരു ബോക്സിൽ, ഇങ്ങനെ ക്രമത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇതിൽ 30ാമത്തെ ബോക്സിലെ അവസാനത്തെ സംഖ്യ ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം.
ഓരോ ബോക്സിലെയും സംഖ്യകളുടെ അവസാന സംഖ്യകളൊന്ന് നോക്കാം. 1, 3, 6, 10. ഇതാണ് ഓരോ ബോക്സിലെയും അവസാന സംഖ്യകൾ. ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ. 1 എന്ന് പറയുന്ന 1 തന്നെയാണ്. 3 എന്ന് പറയുന്നത് 1 + 2. 6 1 + 2 + 3. 10 1 + 2 + 3 + 4. അങ്ങനെയാണെങ്കിൽ 30ാമത്തെ ആ സീക്വൻസിലെ 30ാമത്തെ സംഖ്യ 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണെന്നറിയാം. അതെന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2. ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക എന്തായിരിക്കും? അത് 30 × 31/2. നമുക്കറിയാം അത് 465 അതായത് 30ാമത്തെ ബോക്സിലെ അവസാനത്തെ സംഖ്യ 465. ഈ സംഖ്യകൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതും കൂടിയൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഈ സംഖ്യകളാണ് നമ്മുടെ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംഖ്യകൾ. ട്രയാങ്കുലർ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംഖ്യകളെ കുത്തുകൾ ഉപയോഗിച്ച് നമ്മൾ വിശേഷിപ്പിച്ചാൽ, അടയാളപ്പെടുത്തിയാൽ അത് തീർച്ചയായും ഒരു ട്രയാങ്കിൾ രൂപത്തിൽ വരും. അത് അപ്പോൾ 1 ഒരു കുത്തിടാം, 3 എന്ന് പറയുന്നത് ഇങ്ങനെ 3 കുത്തിടാം, ഓക്കെ. 6 എന്ന് പറയുമ്പോൾ ഇങ്ങനെ 6 കുത്തിടാം. അതുകൊണ്ടാണ് ഇങ്ങനെ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ, എണ്ണൽ സംഖ്യകളെ ജാമതിയുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഈ പേരിട്ടിരിക്കുന്നത്. എണ്ണൽ സംഖ്യകളെ ജാമതിയുമായി ബന്ധിച്ചത് പൈതഗോറസ് ആണ്. പോളിഗണൽ നമ്പേഴ്സ് എന്ന പേരിൽ അത് പ്രസിദ്ധമാണ്. അപ്പോൾ പലതരം പോളിഗണൽ നമ്പേഴ്സ്, സ്ക്വയർ നമ്പേഴ്സ്, നമുക്ക് 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ അതാണ്. ത്രികോണ സംഖ്യകൾ, പെൻറ്റഗണൽ നമ്പേഴ്സ്, ഇവതൊക്കെ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്, ഒന്ന് പ്രത്യേകിച്ച് ഒരു സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് ഈ പരീക്ഷ എഴുതാനായിട്ട് വളരെ നല്ലതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 5ാമത്തെ ചോദ്യം ഇതാണ്. ഈ തന്നിരിക്കുന്നത് 1 മുതൽ 15 വരെയാണ് മുകളിൽ കാണുന്നത്, 16 മുതൽ 30 വരെയാണ് താഴെ കാണുന്നത്. ഒരു ഫ്രാക്ഷണൽ ഫോമിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് എത്രയാണ്? അതായത് 1 മുതൽ 15 വരെ കൂട്ടിയത് ന്യൂമറേറ്റർ, 16 മുതൽ 30 വരെ കൂട്ടിയത് താഴെ. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 1 മുതൽ 15 വരെ 15 എണ്ണം ഉണ്ട്. ഇത് കൂട്ടണമെങ്കിൽ അതിൻ്റെ നടുവിലെ സംഖ്യ, അതായത് 8നെ 15 കൊണ്ട് ഗുണിച്ചാൽ മതിയെന്ന് നമുക്കറിയാം. താഴെയാണെങ്കിൽ 16 മുതൽ 30 വരെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അത് കൂട്ടിക്കഴിയുമ്പോൾ എത്ര കിട്ടും? അത് അതിൻ്റെ നടുക്കൊരെണ്ണമുണ്ടല്ലോ, 23. 23 × 15, അവിടെയും 15 എണ്ണം ഉണ്ട്. തീർച്ചയായിട്ടും ഇത് സിംപ്ലിഫൈ ചെയ്താൽ 8/23 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ആ 8/23 എന്ന ഓപ്ഷൻ, 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇത് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട പാഠങ്ങളിൽ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ചോദ്യം ഒന്ന് നോക്കൂ. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നാഷണൽ ലെവലിലുള്ള ചില മത്സര പരീക്ഷകൾക്ക് ഈ ചോദ്യം വന്നിട്ടുണ്ട്. AB എന്ന വര ആ വൃത്തങ്ങളെ, മുകളിലും താഴത്തുമുള്ള വൃത്തങ്ങളെ തൊടുന്ന, അവിടെ നിന്ന് ഈ അറ്റത്തുനിന്ന് ഈ അറ്റം വരെയുള്ള ആ വരയാണ് AB. ഈ വരയുടെ നീളം എത്രയാണെന്നാണ് ചോദ്യം. ആ വര വരച്ചിരിക്കുന്നത്, ആ വൃത്തങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് ഒരു ഗ്രിഡിനുള്ളിലാണ്. 1/1 ഗ്രിഡ്, 1 സെൻറ്റിമീറ്റർ നീളവും അല്ലെങ്കിൽ 1 നീളവും 1 വീതിയുമുള്ള സമചതുരങ്ങളിലാണ്. അതായത് വശം ഒന്നായ സമചതുരത്തിൻ്റെ ഒരു ഗ്രിഡാണത്. ഇപ്പോൾ AB-യുടെ നീളം എത്ര? നമുക്ക് കൃത്യമായിട്ടറിയാം. ഇതിൻ്റെ ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം അത് √2 അപ്പോൾ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ ഇവിടത്തോളം അത് √2. പക്ഷേ ഈ എക്ക് മുകളിൽ ഇവിടെ ഒരു ചെറിയ ഭാഗമുണ്ട്. ഈ ഭാഗത്തെ എടുത്ത് താഴെ കൊണ്ടുപോയി വെച്ചാൽ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇവിടത്തോളം കിട്ടും അല്ലേ?
അതെത്രയാണ്? 2√2 ആ 2√2 നിന്നും ഇതിൻ്റെ വ്യാസമായ ഈ വൃത്തത്തിൻ്റെ വ്യാസമായ 1 അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് AB എന്ന വരയുടെ നീളം കിട്ടും. അതൊന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അതിന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. 2√2 - 1 എന്ന ഉത്തരം ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷനാണത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇതൊരു പാറ്റേൺ ആണ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ വലിയ സംഖ്യയുടെ ഈ വർഗത്തിലെ അക്കങ്ങളുടെ തുക എത്രയാണ് എന്നതാണ് ചോദ്യം. ആ വലിയ സംഖ്യയുടെ വർഗം കണ്ട് അക്കങ്ങളുടെ തുക കൂട്ടുകയൊക്കെ സാധ്യമല്ല ഈ കുറഞ്ഞ സമയം കൊണ്ട്. അതല്ല അതിൻ്റെ രീതി. നമ്മൾ ആ പാറ്റേൺ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. 11ൻ്റെ സ്ക്വയർ 121, 2 ഒന്നുകളുണ്ട്. ആ 2 ഈ നടുക്ക് വന്നിരിക്കുന്നത്. കണ്ടോ? 2ൻ്റെ സ്ക്വയർ 4, ആ 4 അല്ലേ ഈ അക്കത്തുക. ഇവിടെ 2 ഒന്നുകളുണ്ട് ഇവിടെയും. ആ 2 നടുക്ക് വന്നിരിക്കുന്നത്. ആ 2ൻ്റെ തുക, ആ 2ൻ്റെ വർഗം 4, അതല്ലേ അക്കത്തുക. 1 + 2 + 1, ഇവിടെയും 4 കിട്ടി. അപ്പം നടുക്കുള്ള സംഖ്യയുടെ വർഗമാണ് അവിടുത്തെ അക്കത്തുകയായി വരുന്നത്. ഇവിടെ നോക്കൂ, 3 ഒന്നുകളുണ്ട്. 3 ഒന്നുകളുണ്ടപ്പോൾ ഉള്ളതുകൊണ്ട് നടുക്ക് വരുന്നത് 3, അതിൻ്റെ വർഗം 9. അപ്പോൾ അക്കത്തുക എത്രയാണ്? ഇതെല്ലാം കൂടി, അക്കങ്ങളെല്ലാം കൂടി കൂട്ടി 9 കിട്ടും. എങ്കിൽ ഇതിൻ്റെ നടുക്ക് ഇവിടെ 6 ഒന്നുകൾ ഉള്ളത് കൊണ്ട് നടുക്ക് തീർച്ചയായും 6 വരും. അതിൻ്റെ വർഗമായ 36 ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഓപ്ഷനായി വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്കൊന്ന് നമുക്കൊന്ന് കടക്കാം. 8ാമത്തെ ചോദ്യം. 2 സംഖ്യകളുടെ സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ്, 2 ഓഡ് നമ്പറുകളുടെ തുക ഒരു ഈവൺ ആയിരിക്കും എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെൻറ്റ് തെളിയിക്കാൻ ഇത് ഏത് രീതിയാണ് നല്ലത്? ഈ 4 മെത്തഡോളജിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണിത്. എക്സ്പെരിമെൻറ്റേഷൻ്റെ ഒരു വിഷയം അവിടെ വരുന്നില്ല. കാരണം മാത്തമാറ്റിക്സിൽ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആശയങ്ങൾ രൂപീകരിക്കുന്നത് എക്സ്പെരിമെൻ്റൽ ആയിട്ടല്ല, അത് തിയറിറ്റിക്കലായിട്ടുള്ളൊരു ഡെവലപ്മെൻ്റാണത്. ഓക്കെ, നമുക്കറിയാം എക്സ്പെരിമെൻറ്റിന് ഒരു പരിധിക്കപ്പുറം ക്ലാസ് മുറിയിൽ പ്രാധാന്യമുണ്ടെങ്കിലും അതിൻ്റെ തിയറിറ്റിക്കൽ ഡെവലപ്മെൻറ്റാണ് മാത്തമാറ്റിക്സിൽ പ്രധാനമായിട്ടുള്ളത്. മറ്റൊന്നുള്ളത് കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. അതൊരു തെളിവ് രേഖപ്പെടുത്തുന്നതിനുള്ള, തെളിയിക്കുന്നതിനുള്ളൊരു രീതിയാണ്. നമുക്കറിയാമല്ലോ, √2 ഈസ് ആൻ റാഷണൽ നമ്പർ, അല്ലെങ്കിൽ വർഗം 2 ഒരു എണ്ണൽ സംഖ്യ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ തെളിയിക്കുന്നതിന് കോൺട്രഡിക്ഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റൊന്നുള്ളത് കോൺട്രാപോസിറ്റീവ് മെത്തേഡ്. ഇതുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ മഴയുണ്ടായിരുന്നു, അതിനുള്ള തെളിവാണ് ഗ്രൗണ്ട് നനഞ്ഞു കിടക്കുന്നു എന്നുള്ളത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു നോക്കിയേ. ഇന്നലെ മഴയുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഗ്രൗണ്ടിൽ നനവില്ല എന്ന് മനസ്സിലാക്കണം. ഈ ഒരു ലോജിക്കൽ തിങ്കിങ് ആണ് ആ പോസിറ്റീവ് എന്നുള്ള തെളിവ് രീതിയിൽ വരുന്നത്. ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. കാരണം ഒരു ഒറ്റ സംഖ്യ 2n+1 എന്നുള്ള ഫോമാണ്, മറ്റൊന്നെടുത്താൽ 2m+1 എന്നുള്ള ഫോമാണ്. രണ്ടും കൂടി കൂട്ടിയാൽ 2 × m+n+2 എന്ന് വരുന്നു. കണ്ടോ, ഇതൊരു ഡയറക്റ്റ് മെത്തേഡാണ് കണക്കിൽ സാധാരണ ചെയ്യുന്ന. അതാണ് ഇതിന് ഏറ്റവും ശരിയായ ഒരു തെളിവ് രീതി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഡിഡക്റ്റീവ് റീസണിങ്, അതായത് കണക്കിൻ്റെ തെളിവ്, അതായത് ഗണിത പഠനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണത് മെത്തഡോളജിയുമായി. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്, അതായത് തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളുണ്ട്, അതാണ് തിയറംസ്. നമ്മുടെ ഡെഫിനിഷൻസ്, ആക്സിയംസ്, ഇതെല്ലാം ഉചിതമായ രീതിയിൽ ലോജിക്കലായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം തെളിയിക്കുന്നതാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ 2ാമത്തേതാണിത്.
അതായത് എക്സാമ്പിൾസിലൂടെയും ഫാക്ട്സിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെയും അവതരിപ്പിക്കുന്നതല്ല, തെളിയിക്കുന്നതല്ല. ഫോർമുലകളും നിയമങ്ങളും ഉപയോഗിച്ച് ഒരു പ്രശ്നം പരിഹരിക്കുന്നതല്ല ഡിഡക്റ്റീവ് റീസണിങ്. നമുക്കറിയാവുന്ന കാര്യം ഓർത്തെടുക്കുന്നതുമല്ല. പകരം ഞാൻ ആദ്യം പറഞ്ഞ ആ ഫോർമുലകളും ഡെഫിനീഷൻസ്, തിയറംസ്, ലെമ ഇതെല്ലാം ഉപയോഗിച്ച് ഉള്ള ഒരു കണ്ടെത്തലാണ്, ഒരു തെളിയിക്കലാണ് ഈ പറയുന്ന ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഞാനിടയ്ക്കൊരു വാക്ക് പറഞ്ഞു, ലെമ്മ. അതായത് വളരെ എളുപ്പത്തിൽ ഒരു തിയറം തെളിയിക്കുന്നതിന് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ചില പ്രസ്താവനകളാണ് ലെമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും പ്രസിദ്ധമായൊരു ലെമ്മ നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടത് അത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ തന്നെയാണ്. അതൊന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കുക. അതൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്ന വാക്കൊന്ന് സെർച്ച് ചെയ്ത് അതെന്താണെന്നൊന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ടീച്ചർ ക്ലാസ് മുറിയിൽ കമ്പ്യൂട്ടേഷണൽ സ്കില്ലുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതിൽ ഏറ്റവും നല്ലത് എന്താണ്? ആവർത്തിച്ച് കണക്ക് കൊടുക്കുന്നതല്ല, കട്ടിയായ ചോദ്യങ്ങൾ കൊടുക്കുന്നതുമല്ല, ആവർത്തിച്ച് ചെയ്യുന്നതുമല്ല, കട്ടിയായ ചോദ്യങ്ങൾ കൊടുക്കുന്നതുമല്ല, അസൈൻമെൻറ്റ് കൊടുക്കുന്നതുമല്ല. പിന്നെ എന്താണ്? നമ്മൾ ചെയ്യുന്ന ക്രിയകളുടെ ലോജിക്ക് എന്താണ്, അതിൻ്റെ പിന്നിലുള്ള ഗണിതാശയം എന്താണ് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു ക്രിയയായിരിക്കണം നമ്മുടെ കമ്പ്യൂട്ടേഷണൽ സ്കില്ലുമായി ബന്ധപ്പെട്ട കാര്യം. അവൻ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധ്യം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള തിയറി മനസ്സിലാക്കി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ സെൻസിൽ നമുക്ക് മൂന്നാമത്തേതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസിങ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലത്തെ അനുഭവങ്ങളിലൂടെ, ക്ലാസ് മുറിയിലുള്ള എക്സ്പീരിയൻസിലൂടെ ഒറ്റ വായനയിൽ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇതിൽ ഏതാണ് നമ്മുടെ അഭിന്നകമായിട്ടുള്ള സംഖ്യ? 9ാം ക്ലാസ്സിലും ഒക്കെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം. ഇതെങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടതെന്ന്. അതായത് റൂട്ട് ഓഫ് 1.44 അത് 1.2 ആണെന്നറിയാം. അടുത്തതൊന്നും സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. റൂട്ട് 6 എന്ന് പറയുന്നത് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 ആണ്, ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 2 ആണ്, ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 5 ആണ്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റാഷണൽ നമ്പറാണ്. റൂട്ട് ഓഫ് 6.4 എന്ന സംഖ്യ നോക്കൂ. ഇത് 64/10 ആണെന്നും ഇതിൻ്റെ ഉത്തരം 8/√10 ആണെന്നും ഇതിന് ഒരു ഇറാഷണൽ നേച്ചർ ഉണ്ടെന്നും നമുക്ക് വ്യക്തമായിട്ടറിയാം. അതിൻ്റെ നാലാമത് കിടക്കുന്ന ഓപ്ഷൻ a-b ഓൾ സ്ക്വയേർഡ് അല്ലെങ്കിൽ x-y ഓൾ സ്ക്വയേർഡ് എന്നുള്ള ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. അത് 12 + 3 - 2 ഇൻറ്റു 6. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റാഷണൽ നമ്പറേ കിട്ടുകയുള്ളൂ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഈ കാണുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. റൂട്ട് ഓഫ് 0.444 എക്സെട്ര ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇപ്പോഴത്തെ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം നമുക്കറിയാലോ എന്താണ് 1/9 എന്ന് പറയുന്നത്. 1/9 എന്ന് പറയുന്നത് 0.111 എന്നിങ്ങനെ പോകുന്നു അല്ലേ. 2/9 എന്താണ്? 0.222 എന്നിങ്ങനെ പോകുന്നു. ഓക്കെ, അത് അവസാനിക്കുന്നില്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 0.444 ഒരിക്കലും ഇതിൻ്റെ ഉത്തരം ആദ്യത്തേതല്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്താണ്? റൂട്ട് ഓഫ് 4/9 ആണത്. അതായത് 2/3 ആണ്. 2/3 എന്ന് പറയുന്നത് മുകളിലും താഴത്തും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്
6/9 എന്ന് എഴുതാം. അതായത് 0.666 എന്നിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരം. അതിൽ കൃത്യമായൊരു ഓപ്ഷനോ 4ാമത്തെ ഓപ്ഷനുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 12ാമത്തെ ചോദ്യം ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണത്. ഡിസ്റ്റൻസും സ്പീഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണത്. ഒരു കാറ് പകുതി ദൂരം 40 എന്ന യൂണിഫോം സ്പീഡിലും ബാക്കി 60 എന്ന യൂണിഫോം സ്പീഡിലും സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവറേജ് സ്പീഡ് എത്ര? ആവറേജ് സ്പീഡാണ്, സ്പീഡുകളുടെ ആവറേജ് അല്ല. സ്പീഡുകളുടെ ആവറേജ് 40ൻ്റെ 60ൻ്റെ ആവറേജ് 50 ആണെന്നറിയാം. ഇവിടെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ നിന്ന് ഇവിടത്തോളമുള്ള അകലം എസ് ആണെങ്കിൽ ടൈം S/40 ആണ്. ഇവിടുത്തെ സമയം S/60 ആണ്. ടോട്ടൽ ടൈം ഇത്രയാണ്, S/40 + S/60. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ S/40 + S/60. നമുക്കറിയാം, സിംപ്ലിഫൈ ചെയ്താൽ 48 ഉത്തരമായിട്ട് കിട്ടുന്നത്, അല്ലാതെ 50 അല്ല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിൽ സ്ക്വയർ റൂട്ടുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ പറയുകയാണ്. ഇതിൽ നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ടത് ഏത്? ആദ്യത്തേത് ഇതിൻ്റെയൊക്കെ സ്ക്വയർ റൂട്ട് കാണലാണ്. അതൊരു തിയററ്റിക്കലും അരിത്തമാറ്റിക്കലുമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതും അങ്ങനെ തന്നെയാണ്, അടുത്തതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു പ്ലാന്റേഷനിൽ അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ 2025 പ്ലാന്റുകൾ നട്ടിരിക്കുന്നു. വരികളിലുള്ള പ്ലാന്റുകളുടെ എണ്ണവും ചെടികളുടെ എണ്ണവും നിരകളുടെ എണ്ണവും തുല്യമാണെങ്കിൽ ആ ഫോം ഒരു സ്ക്വയറായിട്ട് വരും. ഓക്കെ, ഒരു വരിയിൽ എത്ര പ്ലാന്റുകളുണ്ട്, എത്ര നിരകളുണ്ട്? ഇങ്ങനെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന ഒരു ലൈഫ് സിറ്റുവേഷനാണ് ഇവിടുത്തെ സ്ക്വയർ റൂട്ട് എന്നുള്ള ആശയം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് 4ാമത്തതാണ് നിത്യജീവിതവും സ്ക്വയർ റൂട്ടും തമ്മിലുള്ള ഈ തന്നിരിക്കുന്നതിൽ കൃത്യമായൊരു ആപ്ലിക്കേഷൻ. അടുത്ത ചോദ്യം നോക്കാം. 2 ഡിവൈസുകളുണ്ട്. ഒരെണ്ണം ഓരോ 60 മിനിറ്റിലും ബീപ്പ് സൗണ്ട് ഉണ്ടാകുന്നു. അടുത്തത് 62 സെക്കൻഡിലാണ്. ആദ്യത്തത് ഓരോ 60 സെക്കൻഡിലും ബീപ്പ് സൗണ്ട് ഉണ്ടാകുന്നു, ഓരോ മിനിറ്റ് കഴിയുമ്പോൾ. ആദ്യത്തത് 60 സെക്കൻഡാണ്. മറ്റത് 62 സെക്കൻഡ് കഴിയുമ്പോൾ ബീപ്പ് സൗണ്ട് ഉണ്ടാകുന്നു. 10 മണിക്ക് അത് രണ്ടും ബീപ്പ് സൗണ്ട് ഉണ്ടാക്കി. ഇനി ഒപ്പം ബീപ്പ് സൗണ്ട് ഉണ്ടാക്കുന്നത് എപ്പോഴാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. സീക്വൻസായിട്ട് കണ്ടു കഴിഞ്ഞാൽ 10 മണി 00 മിനിറ്റ് 00 സെക്കൻഡ് ആദ്യത്തേത്, 10:00 മിനിറ്റ് 00 സെക്കൻഡ് രണ്ടാമത്തതും അത് തന്നെയാണ്. ഓക്കെ, അടുത്തത് നോക്കൂ. ആദ്യത്തെ ഡിവൈസ് 10:01:00 10:01:02 ഇതിൻ്റെ 2 ടൈംസ് ആണിത്. ഇതിങ്ങനെ പോയാൽ 10:30:00 10:30:60 രണ്ടാമത്തത്. ഈ 10:30:60 എന്ന് പറയുന്നത് 10:30:60 എന്ന് പറയുന്നത് എന്താണ്? അത് 10:31 10:31. അപ്പോൾ 10:31 ആ ബീപ്പ് സൗണ്ട് കേൾക്കുന്നത്. 15 ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം ഏതാണ്ട് വ്യക്തതയോടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്നു. നന്ദി.